തൃശൂർ ആറ്റൂരിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തി ക്വാറിയിൽ തള്ളിയ അമ്മ. ആറ്റൂർ സ്വദേശിനി സ്വപ്നയ്ക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. രക്തസ്രാവം മൂലം ചികിത്സ തേടിയപ്പോഴാണ് കുഞ്ഞിനെ പ്രസവിച്ച ശേഷം ഉപേക്ഷിച്ചത് പുറത്തറിയുന്നത്. മുഖത്ത് വെള്ളമൊഴിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നാണ് വിവരം ലഭിക്കുന്നത്. ജെയ്സൺ ചാമവളപ്പിൽ ചേരുകയാണ്. ജെയ്സൺ, കേൾക്കുമ്പോൾ തന്നെ ഞെട്ടുന്നൊരു വാർത്ത തന്നെയാണ്. അമ്മയ്ക്കെതിരെയാണ് കേസ്. സ്വന്തം കുഞ്ഞിനെ കൊന്ന് ക്വാറിയിൽ തള്ളി എന്നുള്ള വാർത്ത വരുന്നു. എന്താണ് അവിടെ ഉണ്ടായത്? വിനീഷ്, 10-ാം തീയതിയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. പക്ഷേ ഇന്നലെയാണ് പോലീസ് ഇക്കാര്യം അറിയുന്നത്. അതിനുശേഷമാണ് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇവർ 8 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു, ഗർഭിണിയായിരുന്നു. വീട്ടുകാർക്ക് ഇക്കാര്യം അറിയുമായിരുന്നില്ല. അതിനെ തുടർന്ന് 2 ആഴ്ച മുമ്പ് ഇവർ അബോർഷൻ നടക്കുന്നത്. അതിന് 3 ദിവസം മുന്നേ ഗുളിക കഴിക്കുന്നു. പിന്നീട് ഇവർ താമസിക്കുന്ന വീട്ടിലെ ടോയ്ലറ്റിൽ വെച്ച് പ്രസവിക്കുന്നു. ഈ കുഞ്ഞിനെ ബാഗിലാക്കി സൂക്ഷിക്കുന്നു. പിന്നീടാണ് ക്വാറിയിൽ തള്ളുന്നത്. അതാണ് പിന്നീട് വിശദമായ പരിശോധനയിലും അന്വേഷണത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നതായി കണ്ടെത്തുന്നത്. രക്തസ്രാവത്തെ തുടർന്ന് ഇവരെ ആശുപത്രിയിൽ എത്തിക്കുന്നു. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ വിശദമായ ഡോക്ടർമാരും മറ്റും ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അറിയുന്നത്. ഇപ്പോഴും ഇവർ ആശുപത്രിയിൽ തന്നെ കഴിയുകയാണ്. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ്. പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഇവർക്കെതിരെ FIR ഇട്ടിട്ടുണ്ട്. കുഞ്ഞിനെ ക്വാറിയിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടന്നു വരുന്നു. ഇതിന്റെ മറ്റെല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. അതേസമയം തന്നെ ഈ സ്ത്രീയുടെ ആരോഗ്യനില പൂർണ്ണമായി വീണ്ടെടുത്താൽ മാത്രമേ കൂടുതൽ പരിശോധനയും അന്വേഷണം സാധ്യമാകൂ എന്നാണ് പോലീസ് വ്യക്തമാക്കുക. ഏതായാലും അന്വേഷണത്തിന്റെ ഭാഗമായി FIR ഇട്ട് ഈ സ്ത്രീ തൃശൂർ മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. അതായത് ഇത് ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ 10-ാം തീയതിയാണ് ഈ കൊലപാതകം നടക്കുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് ഇത് ശരിക്ക് ഇവർ ഈ രക്തസ്രാവം ഉണ്ടായി ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നത് എപ്പോഴാണ്? അതിനുശേഷം ആണ് ഈ കാര്യങ്ങളൊക്കെ പോലീസ് അറിയുന്നത്. അതിനുശേഷമുള്ള പരിശോധനയിൽ ആണ് ഈ കുഞ്ഞിന്റെ ശരീരം ക്വാറിയിൽ നിന്ന് ലഭിക്കുന്നത്, അല്ലേ? അതെ, 10-ാം തീയതിയാണ് ഇക്കാര്യം ഉണ്ടാകുന്നത്. പിന്നീട് ഇവർ രഹസ്യമായി ടോയ്ലറ്റിൽ പ്രസവിക്കുന്നു. അതിനുശേഷം അത് ബാഗിലാക്കി കുട്ടിയുടെ മൃതദേഹം സൂക്ഷിക്കുന്നു. പിന്നീട് ക്വാറിയിൽ തള്ളുന്നു. പക്ഷെ അപ്പോഴൊന്നും ആളുകൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. പിന്നീട് നിലയ്ക്കാത്ത രക്തസ്രാവം ഉണ്ടാകുമ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് വിശദമായ ചോദ്യം ചെയ്യൽ പോയി ഡോക്ടർമാരും മറ്റും കാര്യങ്ങളും ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അറിയുന്നത്. ഇന്നലെയാണ് പോലീസിന് ഇത് സംബന്ധിച്ച വിവരം ലഭിക്കുന്നത്. പോലീസ് പരിശോധന നടത്തുന്നതും അതിനുശേഷമാണ് ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത്. വിനീഷ്, തൃശൂർ ആറ്റൂരിലാണ് നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. കൊലപ്പെടുത്തിയെന്ന് മാത്രമല്ല, സ്വന്തം അമ്മയാണ് കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം കുഞ്ഞിന്റെ ശരീരം ക്വാറിയിൽ തള്ളുകയാണ്. ആറ്റൂർ സ്വദേശിനി സ്വപ്നയ്ക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. 10-ാം തീയതിയാണ് ഈ ഒരു കൊലപാതകം ഉണ്ടായത്. പക്ഷേ അതിനുശേഷം പിന്നീട് രക്തസ്രാവം മൂലം ചികിത്സ തേടിയപ്പോഴാണ് കുഞ്ഞിനെ പ്രസവിച്ച ശേഷം ഉപേക്ഷിച്ച കാര്യവും കൊലപ്പെടുത്തിയ കാര്യവും ഒക്കെ പുറത്തറിയുന്നത്. മുഖത്ത് വെള്ളമൊഴിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ സ്വപ്നയും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉള്ളത്. അവരുടെ ആരോഗ്യനില കുറച്ച് ബെറ്റർ ആയതിനു ശേഷമായിരിക്കും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ കഴിയുക. ജെയ്സൺ ചാമവളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.